ദൈവനാമത്തിന് മഹത്വം. അതിരാവിലെ തിരുസന്നിധിയിൽ വന്ന് ആത്മീയ ആരാധനയിലും വചനത്തിലും പങ്കെടുക്കുവാൻ വീണ്ടും ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. കൊച്ചു കൊച്ചു ചിന്തകൾ. ഫിലിപ്പോസ് നഥനയേലിനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് നഥനയേലിനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. കം ആൻഡ് സീ. ഇതിനു മുമ്പ് ഈ വാക്ക് പറഞ്ഞത് യേശുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ യോഹന്നാനും അന്ത്രയോസും കൂടെ ചെല്ലുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ വായിച്ചു വരുമ്പോൾ, യേശു തിരിഞ്ഞു അവർ പിന്നാലെ വരുന്നത് കണ്ടു. നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവ് അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അത് അന്നത്തെ ഒരു ഫ്രേസാന്ന് എനിക്ക് തോന്നുന്നു. കർത്താവിനെ കാണാൻ ഈ ഭൂമിയിൽ ആദ്യമായിട്ട് പോയ വ്യക്തികളുടെ പേര് ആൻഡ്രൂസ് ആൻഡ് ജോൺ. ഇവർ ചെന്ന് കർത്താവിനെ കണ്ടു. കാണാൻ കാരണം സ്നാപക യോഹന്നാനാണ്. അപ്പൊ കർത്താവിനോട് ചോദിച്ചു, ഗുരു എവിടെയാ താമസിക്കുന്നത്? അവിടെ പോയി കാണാനാ? കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ അഡ്രസ് കാർഡ് തരാം, ഗൂഗിൾ മാപ്പ് തരാമെന്നൊന്നും അല്ല പറഞ്ഞു. കം ആൻഡ് സീ, വന്ന് കാണുക. ഇത് ബൈബിളിൻ്റെ ഒരു തത്വമാണ്. ഇത് യേശുക്രിസ്തുവിൻ്റെ ഒരു മുദ്രയാണ്. സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേക വെളിപ്പാടാണ്. ശാസ്ത്രം പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ശാസ്ത്രം പറയുന്നത് കണ്ടാൽ വരാം, തെളിയിച്ചാൽ വിശ്വസിക്കാം. പക്ഷെ യേശു പറയുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പൊ വിശ്വസിച്ചാൽ തെളിയിക്കാമെന്നാ യേശു പറയും. തെളിയിച്ചാൽ വിശ്വസിക്കാമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ കൺഫ്യൂഷനാണോ? ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ദുഃഖിതനാണോ? ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ തളർന്നിരിക്കുന്നുവോ? സ്വർഗത്തിൻ്റെ ആഹ്വാനം കേട്ടുകൊള്ളുക. വന്ന് കാൺമീൻ. കർത്താവിനെ കാണാൻ നിങ്ങൾ ഒന്ന് മുന്നോട്ട് വന്നാൽ നിങ്ങൾ കാണും. തടസ്സങ്ങൾ എന്തുണ്ടെങ്കിലും മാറിപ്പോകും. അങ്ങനെ ഫിലിപ്പോസ് നഥനയേലിൻ്റെ ഈ മുൻവിധി മാറ്റാൻ വേണ്ടി പറഞ്ഞ ഒരു വാക്കാണ് വന്ന് കാണുന്നത്. എന്താ നഥനയേലിൻ്റെ മുൻവിധി? നസ്രയത്തിൽ നിന്ന് ഒരു മഹാന്മാരും ഇന്ന് വരെ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് നസ്രയത്തിലാണ് മശിഹയെങ്കിൽ ഞാൻ വരുന്നില്ല. നോക്കിയേ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്തെത്തി. നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന്. ഇങ്ങനെയൊക്കെ വിടുവായി തരും വെട്ടി തുറന്ന് പറഞ്ഞെങ്കിലും അകത്തൊന്നുമില്ല. ഒരു കള്ളത്തരമോ കപടതയോ ചതിയോ വഞ്ചനയോ ദ്രവ്യാഗ്രഹമോ മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരു തങ്കപ്പെട്ട മനുഷ്യനാണ് മിസ്റ്റർ നഥനയേൽ. അവനെ കണ്ട വഴി കർത്താവ് പറയാ, ഇതാണ് ശരിയായ ദൈവഭക്തൻ. നസ്രത്തിൽ നന്മ ഒരുങ്ങിയാൽ നാം പറഞ്ഞത് ഫിലിപ്പോസിനെ ഇഷ്ടപ്പെട്ട് കാണുകയല്ല. പക്ഷെ ഫിലിപ്പോസിന് ഇഷ്ടമില്ലേലും യേശുവിന് ഇഷ്ടമാണ്. ഇതിനകത്തൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. അതായത്, ഞാൻ ഒരാളെ കർത്താവിലേക്ക് നടത്തി, പക്ഷെ അയാളുടെ ചില രീതികൾ എനിക്കിഷ്ടമല്ല, പക്ഷെ കർത്താവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ആരെയും വെറുക്കാനോ ആരോടും പിണങ്ങാനോ ഇടവരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആരോടും പിണങ്ങാതിരിക്കാം എന്ന് വിചാരിക്കുക. കാരണം എന്നാണെന്നറിയാവോ? നിനക്കവനെ ഇഷ്ടമല്ലെങ്കിലും കർത്താവിന് അവനെ ഇഷ്ടം. നഥനയേലിനെ കർത്താവിലേക്ക് നടത്താൻ റിസ്ക് എടുത്തു പോയ ഫിലിപ്പോസിനെ
മുഖത്തടിച്ച പോലെ വർത്താനം പറഞ്ഞ് മനസ്സിടിച്ചവനാണ് നഥനയേൽ. എന്ന് പറഞ്ഞാൽ നീ മശിയെ കണ്ടു എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുകയില്ല, കാരണം ആ സ്ഥലം ശരിയല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അടുത്തെത്തി. യേശു അവനെ നോക്കിയിട്ട് പറയാണ്, യഥാർത്ഥ ദൈവവേദലാണിത്. ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനിൽ കപടമില്ല. ഇന്നത്തെ കൊച്ചു ചിന്ത എന്നാണെന്നറിയാമോ? നമ്മൾ കർത്താവിനെ കണ്ടാൽ നമ്മൾ മറ്റൊരാളെ കർത്താവിലേക്ക് നടത്തണം. അവരുടെ സ്വഭാവങ്ങളെല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളൊന്ന് കൊണ്ടുവന്നാൽ മതി, കർത്താവ് ബാക്കി ശരിയാക്കിക്കോളും. കർത്താവിന് അവനെയും ഇഷ്ടമാണ്. ഗോഡ് ബ്ലെസ് യു.